സംഭവമുണ്ടായ ഉടൻ തന്നെ ഈ ഭീകരാക്രമണത്തെ അതിശക്തമായി അപലപിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നു. ഇന്ത്യ വിരുദ്ധമായ ന്യൂയോർക്ക് ടൈംസിനെ പോലുള്ള പത്രങ്ങൾ ഇപ്പോഴും ഗൺമാൻ എന്നാണ് പറയുന്നത്, ഭീകരാക്രമണം എന്നല്ല. ആ ഗൺമാന്റെ ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത്. എന്നാൽ ട്രംപ് പറഞ്ഞത് അങ്ങനെയല്ല, ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ്, കൊല്ലപ്പെട്ട ഓരോ മനുഷ്യരുടെയും വേദന ഞങ്ങളോട് കൂടിയാണ്, ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ യുദ്ധത്തിൽ ഞങ്ങൾ ഒപ്പം നിൽക്കും. ഇത് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞത്. പുടിനും ട്രംപും ഇന്നലെ തന്നെ മോദിയുമായി ഫോണിൽ സംസാരിച്ചു. ഇന്ത്യ എന്ത് നിലപാടെടുത്താലും ഒപ്പം നിൽക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും പുടിനും പറഞ്ഞു. സൗദി അറേബ്യ മുതൽ ഇസ്രായേൽ വരെയുള്ള ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് തിരിച്ചടി ഉറപ്പാണ്. പാകിസ്ഥാന് നേരിട്ടൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യക്കെതിരെയുള്ള ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നതും പരിശീലനം കൊടുക്കുന്നതും പാകിസ്ഥാൻ ആണ് എന്ന കാര്യത്തിൽ ഇന്ത്യക്കോ ലോകരാഷ്ട്രങ്ങൾക്കോ തർക്കമില്ല. പാക് സൈനിക മേധാവിയായ ജനറൽ അസീം മുനീർ കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന്റെ സൂചന നൽകിയതിന് ഇന്ത്യ അപ്പോൾ തന്നെ തിരിച്ചടി നൽകിയിരുന്നു. കശ്മീർ സ്വന്തമാക്കുന്നതുവരെ വിശ്രമമില്ലെന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകുമെന്നുമായിരുന്നു ജനറൽ മുനീർ അന്ന് പറഞ്ഞത്. ആ പ്രകോപനത്തിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഈ ഭീകര സംഘടനയിലൂടെ പാകിസ്ഥാൻ നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് ഇന്ത്യക്ക് തർക്കമേയില്ല. തിരിച്ചടി ഏതു നിമിഷവും എന്നതിന്റെ സൂചനയാണ് തൽക്കാലം പാകിസ്ഥാനെ കുറിച്ച് ഒന്നും പറയാത്തത്.